നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും മഴക്കാലമായതോടെ പാമ്പുകളുടെ ശല്യവും കൂടിയിരിക്കുകയാണ്. നിരവധി പേർക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. പാമ്പുകളെ വീട്ടിൽ നിന്ന് പിടികൂടുന്ന സംഭവങ്ങളും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചില വീടുകളിൽ നിന്നൊക്കെ വിളിക്കുന്നത് പാമ്പിനെ പിടികൂടാനായിട്ട് വിളിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പാനൂർ നഗരസഭയിലെ ഒരു വീട്ടുപറമ്പിൽ നിന്ന് കഴിഞ്ഞ മാസം പെരുമ്പാമ്പിനെയും മുട്ടകളെയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പാമ്പിനെ കണ്ടതും സർപ്പ വോളണ്ടിയർ ബിജിലേഷ് കൊടിയേരിയെ ആളുകൾ വിവരമറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. പെരുമ്പാമ്പിനെ പിടികൂടി പാമ്പിനെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് നിന്ന് തന്നെ മുട്ടകൾ കണ്ടെത്തിയത്. ഏകദേശം 20ഓളം മുട്ടകളാണുള്ളത്. ഈ മുട്ടകളാണ് ബിജിലേഷ് കൊണ്ടുപോയത്. പിന്നീട് കൃത്രിമ അന്തരീക്ഷത്തിൽ വിരിയിച്ചെടുത്തു. ഇപ്പോൾ 20 മുട്ടകൾ വിരിഞ്ഞു. കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത്തിന്റെയും ഫോറസ്റ്റർ ജിജിലയുടെയും നിർദ്ദേശാനുസരണം പാമ്പിൻ കുഞ്ഞുങ്ങളെയും കാട്ടിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇരയെന്ന് കരുതി കത്തി വിഴുങ്ങിയ മൂർഖനും അത്ഭുത രക്ഷ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിലെ കുംലയിലാണ് സംഭവം. ഹെഡ്ഗെ ഗ്രാമത്തിലെ ഗോവിന്ദ നായിക് എന്നയാളുടെ വീട്ടിലാണ് മൂർഖനെത്തിയത്. അടുക്കളയിൽ ഇഴഞ്ഞെത്തിയ പാമ്പ് ഇരയെന്ന് കരുതി ഒരടിയോളം നീളമുള്ള കത്തിയാണ് വിഴുങ്ങിയത്. കത്തി ഉള്ളിലായതോടെ പാമ്പ് വെപ്രാളത്തിലുമായി. അവിചാരിതമായി അടുക്കളയിലെത്തിയ ഗോവിന്ദ നായിക് മൂർഖനെ കണ്ടു ഞെട്ടി. പിന്നാലെ കത്തി വായിലിരിക്കുന്നതും കണ്ടു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു. അതിവേഗത്തിൽ സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ പാമ്പിനെ പിടികൂടി പുറത്തെത്തിച്ചു. തുടർന്ന് പാമ്പിന്റെ വായ തുറന്ന ശേഷം ഉള്ളിലേക്ക് കത്രിക കയറ്റി വായ തുറന്നു വെച്ചു. പിന്നാലെ അതിവിദഗ്ധമായി കത്തി പുറത്തെടുക്കുകയായിരുന്നു. ചെറിയ മുറിവ് പോലും ഏൽപ്പിക്കാതെയാണ് പാമ്പിന്റെ വായിൽ നിന്ന് കത്തി പുറത്തെടുത്തത്. പിന്നീട് പാമ്പിനെ വനപ്രദേശത്തെത്തിച്ച് തുറന്നുവിട്ടു. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. പാമ്പുകൾ കൂടുതലായി ഇവിടെ കാണപ്പെടുന്നതും പാമ്പ് കടിയേറ്റ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പരമ്പരാഗത വൈദ്യന്മാരെ ആശ്രയിക്കുന്നതുമൊക്കെയാണ് സ്ഥിതിഗതികൾ ഗുരുതരമാകാൻ കാരണം. ഇന്ത്യയിൽ പ്രതിവർഷം 58,000 പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ട് ചെയ്യാത്ത മരണങ്ങളും ഉണ്ടാകാറുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലുള്ള വിശ്വാസം മൂലമാണ് ചികിത്സയിൽ കാലതാമസം വരുന്നത്. ഫലപ്രദമായ മരുന്നില്ലാത്തത് മരണത്തിലേക്ക് നയിക്കുന്നു. പണച്ചെലവ് ഓർത്തും പലരും ആശുപത്രികളിലും മറ്റും ചികിത്സ തേടാൻ മടിക്കുന്നു. പാമ്പുകടി ഏറ്റാൽ ഉണ്ടാകുന്ന മരണങ്ങളും വൈകല്യങ്ങളും കുറയ്ക്കാനായി ഇതിനെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്ലോബൽ സ്നേക്ക് ബൈറ്റ് ടാസ്ക് ഫോഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. പാമ്പുകടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിന് ഇന്ത്യ ഒരു ദേശീയ കർമ്മ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കി വരികയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി നടപ്പാക്കുന്നതിൽ രാജ്യത്ത് പുരോഗതിയുണ്ടെങ്കിലും വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകടി ഏറ്റുള്ള മരണങ്ങൾ തടയുന്നതിൽ ഇന്ത്യ ഇപ്പോഴും പരാജയപ്പെടുന്നു. ആരോഗ്യ സംവിധാനം വേണ്ടത്ര സജ്ജമല്ല. ഇത്തരം കേസുകൾ ഫലപ്രദമായി ചികിത്സിക്കുന്നതിനുള്ള പരിശീലനമോ ഉപകരണങ്ങളോ ആത്മവിശ്വാസമോ ഡോക്ടർമാർക്ക് പലപ്പോഴുമില്ല. ദാരിദ്ര്യമാണ് മറ്റൊരു പ്രശ്നം. ചികിത്സ സൗജന്യമല്ലാതിരിക്കുകയും ചിലവ് താങ്ങാവുന്നതിലപ്പുറമാവുകയും ചെയ്യുന്ന വേളയിൽ അവർ രോഗശാന്തിക്കായി വിഷവൈദ്യന്മാരെ ആശ്രയിക്കുകയോ മറ്റോ ചെയ്യുന്നു. പ്രമുഖ ഫിസിഷ്യനും റിപ്പോർട്ടിന്റെ രചയിതാക്കളിൽ ഒരാളുമായ ഡോക്ടർ യോഗേഷ് ജെയിൻ വ്യക്തമാക്കി. പൊതുജനത്തിന് അവബോധം കുറവ്, ആന്റിവെനം ഗുണനിലവാരം, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നിവയും വെല്ലുവിളികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.